നമസ്കാരം. ബിനീഷ് ടേസ്റ്റ് ആൻഡ് ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ വരട്ടിയത് തിക്ക് ഗ്രേവിയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം നാട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മയെ കൊണ്ട് ഇന്ന് ഉണ്ടാക്കിച്ചു. സംഭവം എന്തായാലും സൂപ്പർ. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് പോകാം. 3 കിലോ ചിക്കനാണ് നമ്മൾ കറി വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. കറിയല്ല, ചിക്കൻ വരട്ടിയത്. ഇതിന്ന് തയ്യാറാക്കുന്നത് അമ്മയാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ഒരു പാത്രം വെച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. കുറച്ച് എണ്ണ അതിനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കണക്ക് നമുക്കൊരു പിടുത്തല്ലേ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇടുന്ന കണക്കാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികമാണ്, കയ്യിൽ കണക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ചധികമാണ് വരുന്നത്. നാല് സ്പൂൺ മുളക് പൊടിയാണ്. മല്ലിപ്പൊടി ഏകദേശം ഒരു 6-7 സ്പൂൺ ഉണ്ടായിരിക്കണം, കാരണം ഒരു വലിയ കയ്യിലാണ് എടുത്തത്. ഇനി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. വലിയ 4 സവാളയാണ് നമ്മൾ കറി വയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഏകദേശം 1 കുടം വെളുത്തുള്ളിയാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ 4 പച്ചമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചി, 2 തക്കാളി. ഈ സവാള നമുക്ക് വഴറ്റാനായി ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് സവാള, കറിവേപ്പില ഇതൊക്കെ എല്ലാം ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ആ ചതച്ചെടുത്ത വെളുത്തുള്ളി ഇതിൽ ആഡ് ചെയ്യാം. ചതച്ചെടുത്ത ഇഞ്ചി അതുപോലെ ചേർത്ത് നല്ലതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ 4 പച്ചമുളക് നമുക്ക് ഇതിൽ കീറിയിടാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് നമുക്കിതിൽ ആഡ് ചെയ്തിട്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത്, കല്ലുപ്പാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ സെർവ് ചെയ്യാനുള്ള നേരമൊന്നും കിട്ടിയില്ല. ഞാൻ ചട്ടിയിൽ നിന്ന് തന്നെ കഴിക്കാൻ തുടങ്ങിയ കാരണം എനിക്ക് സെർവ് ചെയ്യാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ. അപ്പോൾ ഞാൻ എല്ലാ തവണയും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ ബൈ ബൈ.